റാസൽ ഖൈമ ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ ഡ്രോൺ തകർത്തതായുള്ള വിവരങ്ങളുണ്ട്. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ അൽ ഹംറ വില്ലേജിന്റെ ഭാഗത്ത് പതിച്ചുവെന്നും ആർക്കും പരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. അക്ഷയ് വിശദാംശങ്ങൾ നൽകും. അക്ഷയ്, റാസൽ ഖൈമ ലക്ഷ്യം വെച്ച് തന്നെയാണോ ഇറാന്റെ ഈ ആക്രമണം നടന്നത് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ അൽ ഹംറ വില്ലേജിന്റെ ഭാഗത്തെ അവശിഷ്ടങ്ങൾ പതിച്ച് അവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? റാസൽ ഖൈമയിൽ ഏത് കേന്ദ്രം കേന്ദ്രീകരിച്ചാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത് എന്നുള്ളത് വ്യക്തമല്ലെങ്കിലും ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുണ്ടെന്നും വ്യോമാക്രമണം ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ടെന്നും അത് ആ ഡ്രോണിനെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ആർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമില്ല. നിലവിൽ UAE ഇപ്പോ ഇറാന്റെ വ്യോമാക്രമണം തുടരുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അതിന്റെ തോത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് അബുദാബിയിലും ഒരു ആക്രമണം നടന്നിരുന്നു. അബുദാബിയിൽ ഒരു ഡ്രോൺ ആക്രമണം ഇത്തരത്തിൽ നടന്നിരുന്നു. അത് തടുക്കുന്നതിന്റെ ഭാഗമായി തടുക്കുകയും അതിന്റെ ഡ്രോണിന്റെ ചില അവശിഷ്ടങ്ങൾ മുസഫയിലെ ഒരു വെയർഹൌസിനും അതുപോലെ തന്നെ ഒരു വ്യാപാര സ്ഥാപനത്തിനും പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതും അധികൃതർ തൊട്ടു മുമ്പ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആർക്കും അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നും കൃത്യമായ ഒരു പത്രക്കുറിപ്പ് അധികൃതർ ഇറക്കിയിട്ടുണ്ട്. സൈഫുദ്ദീൻ, നിലവിൽ ശക്തമായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറാന്റെ ആക്രമണം UAE നേരിട്ടതാണ്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ അത്തരത്തിലൊരു ശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. അതിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കൃത്യമായ ശക്തമായ ഒരു പ്രതിരോധം UAE ഈ ആക്രമണങ്ങൾക്കെതിരെ നിരത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ ആക്രമണങ്ങളൊന്നും UAE ജീവിക്കുന്ന ആളുകളെ ബാധിച്ചിട്ടില്ല. അത് ബാധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ആ തരത്തിൽ ഇത്തരം ആക്രമണങ്ങളെ വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. നാട്ടിലുള്ള പല പ്രവാസികളുടെ ബന്ധുക്കളും വലിയ ആശങ്ക പങ്കുവെക്കുന്നതായിട്ടുള്ള വാർത്തകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ UAE സംബന്ധിച്ചിടത്തോളം, UAE പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ആശങ്കയില്ല. നിലവിൽ ഇത്തരം ആക്രമണങ്ങൾ ആകാശത്ത് നടക്കുന്നുണ്ട്. ഡ്രോണുകൾ വരുന്നുണ്ട്, അതിനെ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പരിപാടി നടക്കുന്നത് ആകാശത്താണ്. ഇത് കൃത്യമായി ഈ ഒരു പ്രതിരോധം നടക്കുന്നത് ആകാശത്താണ്. ഇവിടെ UAE ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള പരിക്കുകളും മറ്റും ഉണ്ടാകുന്നുണ്ട്. അതിനു മുമ്പ് കൃത്യമായ മുന്നറിയിപ്പുകൾ അധികൃതർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. റാസൽ ഖൈമയിലേക്കുള്ള ഇറാന്റെ ആക്രമണം തടഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ അൽ ഹംറയിൽ പതിച്ചുവെന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അക്ഷയ് തുടരുന്നുണ്ട്. അക്ഷയ്, ഇത് റാസൽ ഖൈമയിലേക്കുള്ള ഇറാന്റെ ടാർഗറ്റ് തകർത്തു എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് ഇന്നീ പകൽ അബുദാബിയെയും ദുബായിയെയും അല്ലെങ്കിൽ ലക്ഷ്യം വെച്ച് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായോ? എന്തൊക്കെയാണ് ഇന്നീടെ സംഭവിച്ചത്? സൈഫുദ്ദീൻ, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അതിനാൽ തന്നെ ആളുകളെല്ലാം വീടുകളിൽ തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്നാൽ ഇന്ന് നിരത്തുകളിലെല്ലാം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ആളുകളുടെ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിലാണ് നിലവിൽ UAE ജനജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആളുകളുടെ ജീവിതത്തെ ബാധിക്കാൻ ഈ ഭരണകൂടം സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം വിജിലന്റായി കൃത്യമായി ഇത്തരം ആക്രമണങ്ങളെല്ലാം പ്രതിരോധിക്കുന്ന തരത്തിലാണ് നിലവിൽ UAE സാഹചര്യം മുന്നോട്ട് പോകുന്നത്. എന്നാൽ പല തരത്തിൽ ഇറാനെ പ്രതിരോധിക്കുന്ന, ഡിപ്ലോമാറ്റിക് വൈസ് പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത് ശക്തമായ ഒരു പ്രതിരോധം തന്നെയാണ് UAE അതുപോലെ തന്നെ GCC രാജ്യങ്ങളും തീർക്കുന്നത്. ഇറാനിലുള്ള UAE എംബസി അടക്കുന്ന തരത്തിലേക്ക്, അവിടുത്തെ അംബാസിഡറെ തിരിച്ചു വിളിക്കുന്ന തരത്തിലേക്ക് ഒരു ശക്തമായ തീരുമാനം, ഒരു നിലപാടിലേക്ക് UAE എത്തുന്നു. ഇത്തരം പ്രതിരോധങ്ങൾ തന്നെ ആകണം. ഇത്തരത്തിൽ ആക്രമണത്തിന്റെ ഒരു തോത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അമേരിക്ക അല്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കാനാണ് ഈ ദിവസങ്ങളിൽ ഇറാൻ ശ്രമിക്കുന്നത്. UAE കേന്ദ്രങ്ങൾ അത് തന്നെ ഈ പറയുന്ന കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ജീവിതത്തെ ഒരു രീതിയിലും ബാധിക്കാതെ ആണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
യെസ്, ദുബായിൽ നിന്ന് അക്ഷയ് പേരാവൂരാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും UAE-യിലെയും അബുദാബിയിലെയും അമേരിക്കയുടെ ബേസുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇറാൻ ഡ്രോണുകൾ നിരന്തരം തൊടുത്തുവിടുന്നുണ്ട്. അത് പക്ഷേ UAE കൃത്യമായി അത് തടുത്തുവിടുകയോ നിർവീര്യമാക്കുകയോ ചെയ്യുന്നു. എന്തായാലും നിലവിൽ കാര്യമായ കാഷ്വാലിറ്റീസ് ഒന്നും ഇന്നുണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടിയാണ് അക്ഷയ് അവിടുന്ന് പങ്കുവെക്കുന്നത്.